എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ ബൊമ്മക്കൊലു, അതായത് നവരാത്രിയോടനുബന്ധിച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇത് കഴിഞ്ഞ വർഷവും അദ്ദേഹം ഇവിടെ ഇത് തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. വീടിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് നമ്മുടെ ഈ ഗൊലുവിൻ്റെ, അതായത് ശക്തികൃപ എന്നാണ് ഈ വീടിൻ്റെ പേര്. അപ്പോൾ ഈ കൊലു, ബൊമ്മക്കൊലു, അപ്പോൾ ഗൃഹനാഥനാണ് അദ്ദേഹം. അടുത്ത അമ്പലത്തിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പൂജാരിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് താങ്കളുടെ പേര്, മറ്റു കാര്യങ്ങൾ, കാരണം എന്തായാലും ഈ കൊലു, ബൊമ്മക്കൊലു കാണുവാനായി നിരവധി പേർ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തേണ്ട വഴി ഒക്കെ ഒന്ന് പറയാം. നമസ്തേ, ഞാൻ കുട്ടു വീരശൈവ. എൻ്റെ വീട്ടിലെ ബൊമ്മക്കൊലുവാണ്. നവരാത്രിയോടനുബന്ധിച്ച് നമ്മളെപ്പോഴും ഒരുക്കുന്ന ബൊമ്മക്കൊലുവാണ്. പിന്നെ ഇത് ഒരുപാട് കണ്ടയിൽ വെച്ചിട്ട് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയൊരു ബൊമ്മക്കൊലു 5000 ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡിൻ്റെ അളവ് വരെ കഴിഞ്ഞ പ്രാവശ്യം മലയാള മനോരമയിലൊക്കെ എല്ലാ വർഷവും റെക്കോർഡിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 3 സെക്ഷനായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം. 3 സെക്ഷൻ, അതെ, പുറത്തൊന്ന് പിന്നെ അതകത്തായിട്ടാണ്. അതെ, 3 സെക്ഷന്. അതിൽ മെയിനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൊലു എന്നുള്ളത്, ഈ കൊലു എന്ന സങ്കല്പം എന്ന് പറയാൻ ബൊമ്മകളെ ചഞ്ചലം അല്ലാത്ത രീതിയിൽ പടികളായിട്ട് ബൊമ്മകളെ നിരത്തി വെച്ച് പൂജ കൊടുക്കുന്നതിനാണ് കൊലു എന്നുള്ള സങ്കല്പം പേര് വന്നത്. അതിൽ നവരാത്രി കൊലുവായിട്ടുള്ള മുഖ്യമായിട്ട് ഇതൊന്നും. പിന്നെ നമ്മുടെ ഉപാസനാമൂർത്തിയാണ് അരങ്ക്, നടുത്തളത്തിലുള്ള അരങ്ക്, അരക്കിനുള്ള ദേവത മേളാങ്കോട് ശിക്കുന്നു, കാർദേശ്വരൻ മേളാങ്കോട് ശിക്കുന്നു, വീര്യമ്മ, വീട്ടിലെ മാര്യമ്മ. അത് ദേവിമാര് കൊലു കണ്ടുകൊണ്ടിരുന്ന ഭാവത്തിലാണ്. ആ ഒരു തരത്തിലാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ഈ കൊലു മാത്രമല്ലല്ലോ, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇത് ശരിക്കും ഇവിടെ മിനിയേച്ചേഴ്സ്, ബ്രാസിലെ മിനിയേച്ചേഴ്സ് ആണ്. അതിലുള്ള എല്ലാം നമ്മുടെ വീട്ടിൽ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഓരോ പിത്തളപാത്രങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ചെറുത് വെക്കാനുള്ള സ്ഥലപരിമിതി കാരണം ഓരോ വർഷവും ഈ ഗുരു ഓരോ യാത്രകളുടെ എൻ്റെ ഓർമ്മകളാണ്. ഇത് ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഇതിലോട്ടൊക്കെ ഓരോരുത്തർക്ക് സ്റ്റാമ്പ് കളക്ഷനിലായിരിക്കാം. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അത്ഭുതമാണ്. എത്ര നാളെടുത്തു ഈ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ? ഈ വീടിൻ്റെ നമ്മുടെ ഡ്രോയിങ് റൂമാണ്. ശരിക്കും നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമാണ്. ഒരു 15 ദിവസം നമുക്ക് ഇത് TV ആണല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ ഡ്രോയിങ് റൂമിൽ തന്നെ പൂജയ്ക്കുള്ളതുണ്ട്. ഇപ്പം സാധാരണ ഡ്രോയിങ് റൂം മാത്രമായിരുന്നു എടുത്തിട്ടുള്ളത്. ഇപ്പം അത് ഡൈനിങ് ഏരിയ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും മുറ്റം, അത് കഴിഞ്ഞ് നടുത്തിണ്ണ, എല്ലാം ഇതിനു വേണ്ടി നവരാത്രിക്ക് വേണ്ടിയിട്ട് ഓരോ വർഷവും വലുതായി വരുവാണ്. ഓരോ വർഷത്തെയും കളക്ഷൻ എന്ന് വെച്ചാൽ യാത്രകളൊക്കെ പോകുമ്പോൾ പുതിയതായിട്ട് എന്ത് കണ്ടിരുന്നാൽ എല്ലാ വർഷവും മേടിക്കേണ്ട ഇത്ര ഒരുപാടായി എന്ന് കണ്ടിരുന്നാലും പുതിയത് എന്തായാലും കാണുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ കിട്ടാത്ത കുറച്ച് പഴയ കാലത്തുള്ള സംഭവങ്ങൾ ഇതിലുണ്ടല്ലേ, ഒരുപാടുണ്ട്. അതിൽ നമ്മുടെ ഈ വീടിന്റെ ഏറ്റവും പ്രായം കൂടിയ നവരാത്രി കൊലു ബൊമ്മകളിലെ 3 എണ്ണത്തിൽ മുഖ്യമായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് കാണുന്ന മുകൾ ഭാഗത്ത് വഴിമല മുരുകൻ, ഗണപതി, ഇതാണ് ഈ വീടിന്റെ ഏറ്റവും പഴക്കം കൂടിയ ബൊമ്മക്കൊലു. അത് 110 വർഷത്തോളം പഴക്കമുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് അന്ന് മുതലേ ഉണ്ട്. ചെറിയൊരു ഷോർട്ട് കേസിൽ മാത്രം നിന്നിരുന്ന ഒരു കൊലുകളാണ് ഇത്രയും ആയിട്ട് പിന്നെ മാറിയത്. അത് ഓരോരുത്തർക്കും ഓരോ കളക്ഷനിലോട്ട് താല്പര്യം ഉണ്ടായിരിക്കും. സ്റ്റാമ്പ് കളക്ഷൻ ആയിരിക്കും. പിന്നെ ഇതിലോട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഇത് കൊച്ചിലേക്ക് കണ്ട് വളർന്നതാണ്. 10 വയസ്സ് മുതലേ ഞാൻ ഇത് വെച്ച് തുടങ്ങുന്നത്. അപ്പൊ അതില് പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടിരുന്ന എന്തെങ്കിലും മേടിക്കാം. ഈ നമ്മുടെ ഇവിടുത്തെ കൊലുവിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ആയിട്ടൊന്നുമില്ല, ആവർത്തനമായിട്ട് ഒരു ബൊമ്മകളും ഇല്ല. എല്ലാം ഗണപതി ആയിരുന്നാലും 150 പകരം 101 മേളിലായിരുന്നു വ്യത്യസ്ത രൂപത്തിലുള്ള അല്ലേ, വ്യത്യസ്ത രൂപമായിട്ടുള്ളത്. അത് അങ്ങനെയുള്ള ഒരു 18 ദൃശ്യന്മാർ, അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ആണ് അയോധ്യ രാമർ, ബാലരൂപത്തിലുള്ള അയോധ്യ രാമർ.
അങ്ങനെയുള്ള ഒരുപാട് പുതിയതായിട്ട് എന്ത് കണ്ടിരുന്നാലും അതെല്ലാം ചെയ്യും. നമ്മുടെ ഇവിടെ ദേവിമാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആടിമാസത്തിൽ ഈ മഞ്ഞൾ കപ്പ, അത് മഞ്ഞൾ കൊണ്ടുള്ള അലങ്കാരം, വെറ്റില കൊണ്ടുള്ള അലങ്കാരം, അതൊക്കെ ചെയ്ത് ഫസ്റ്റ് ഇവിടെ ആദ്യം ചെയ്ത് കണ്ടായിരുന്നു. പിന്നെ അത് ഒരുപാട് ആ ഫോട്ടോസൊക്കെ തന്നെ ഇപ്പോഴും ഇൻസ്റ്റയിലും അതൊക്കെ വഴി ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരുപാട് അതെ ഞാൻ കഴിഞ്ഞ വർഷവും നിങ്ങളുടെ ഇതിൻ്റെ ഒരു റീല് കണ്ടായിരുന്നു. എങ്കിൽ ഇത്തവണ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടല്ലേ, ഇപ്പോൾ സന്ദർശകർ ഒരുപാട് വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാവരും വരാൻ താല്പര്യം, എല്ലാവർക്കും വീട്ടിലായതുകൊണ്ട് എല്ലാവർക്കും വരാമോ എന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട, ഏത് സമയവും. ഇനിയിപ്പോൾ ഈ 9 ദിവസം എപ്പോഴും വേണം വന്നാലും. അതെ, 3-ാം തീയതി മുതൽ 13-ാം തീയതി വരെ സ്ഥിരമായിട്ട് എല്ലാവർക്കും ഏത് സമയവും വന്നിട്ട് തൊഴാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിൽ എന്ത് സംശയങ്ങൾ കേട്ടിരുന്നാലും തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ അത് എന്താണ് ദശാവതാരം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന അതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും എനിക്കത് താല്പര്യമാണ്. ഞാനൊട്ട് ഈ ഒരു കൊലുവിന് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിരുന്നാൽ എനിക്ക് ഓർത്തെടുക്കണ്ട, ഇതിനകത്ത് നല്ല ഓർമ്മയാണ്. അതിനകത്ത് ഓരോന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ യാത്രകൾ ഇത് എവിടെ നിന്ന് മേടിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഉടനെ തന്നെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ മധുരയിൽ പോകുമ്പോൾ അത് മധുരയിലാക്കി അങ്ങനെ ഈ ബൊമ്മകളുടെ കളക്ഷനായിട്ട് മാത്രം നമ്മൾ ഓരോ യാത്രകളും പോകാറുണ്ട്. ഇതിനു വേണ്ടി തന്നെ ചെന്നൈയിലും മധുര, അങ്ങനെ പണ്ഡുട്ടി എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും. ബാംഗ്ലൂരൊക്കെ ഒരുപാട് പേപ്പർ മെഷീൻ്റെ ഐറ്റംസ് എല്ലാം അവിടെ നിന്നായിരിക്കും കൂടുതൽ കിട്ടുന്നത്. മണ്ണിലുള്ളതൊക്കെയാണ് മധുര, ചെന്നൈ, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ഒരുപാട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഒരു വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഭക്തിയും അതുപോലെ തന്നെ ഒരുപാട് ഭംഗിയും നിറഞ്ഞ നല്ലൊരു കൊലു. ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഇദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കണം. ഈ ഒരു പരിപാടിയിൽ അത് എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.